നെക്സ്റ്റ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡീഷണൽ ഓപ്പറേഷൻ, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതിൽ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ ബൈനറി നമ്പറിനും ഒക്ടൽ നമ്പറിനും ഹെക്സാഡെസിമലിനും നമ്മൾ കാണുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആകെ നമ്മൾ ചെയ്യുന്നതും ഡിവിഷനും ചെയ്യുന്നതും ബൈനറി നമ്പേഴ്സിന് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി അഡീഷനാണ്. അപ്പോൾ ബൈനറി അഡീഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമുക്കറിയാം നമുക്ക് സീറോയും തമ്മിൽ ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് സീറോയാണ് കിട്ടുന്നത്, അവിടെ ക്യാരി ഇല്ല. അപ്പോൾ നമുക്ക് ക്യാരി എന്ന് പറയുന്നത് 0 ആയിട്ട് എഴുതാം. ഇനി 0യും 1ഉം ആഡ് ചെയ്യണ സമയത്ത് നമ്മുടെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും, ക്യാരി എന്തായിരിക്കും 0 ആയിരിക്കും. 1ഉം 0യും ആഡ് ചെയ്യണ സമയത്ത് 1 ആണ് സം വരുന്നത്, ക്യാരി എന്ന് പറയുന്നത് 0 ആയിരിക്കും. 1ഉം 1ഉം ചെയ്യണ സമയത്ത് നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ 1 ആക്ട് ചെയ്യുന്നത് ക്യാരി ആയിട്ടും 0 ആക്ട് ചെയ്യുന്നത് സം ആയിട്ടായിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യണത്. ഇപ്പോൾ 111 ആണ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വരും? 1+1 എന്ന് പറയുന്നത് എന്താ? 10 ആണ്. അതിൽ 0+1 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അപ്പോൾ 1 വരും, 1 സമ്മും വരും, 1 ക്യാരിയും വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? പെർഫോം ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ 1+1 ചെയ്യുമ്പോൾ 10 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 10 എന്ന് പറയുന്നത് എന്താ? 2 ആണ്. അപ്പോൾ 2നെ നമ്മൾ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 10 തന്നെയാണ്. അപ്പം 1ഉം 0യും തമ്മിൽ എന്ന് പറയുമ്പോൾ 1 ക്യാരി ആയിട്ടും 0 സം ആയിട്ടായിരിക്കും നമുക്ക് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, 110യും 101ഉം തമ്മിൽ ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് എങ്ങനെയാണ് നടക്കുന്ന? 0+1 എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് പറഞ്ഞേക്കണം? സമ്മ് 0 ആണ്, സമ്മ് 1 ആണ്, ക്യാരി 0 ആണ്. അപ്പോൾ സമ്മിൻ്റെ അവിടെ 1 വന്നു, ക്യാരി ഒന്നുമില്ല. ഇനി 1+0 എന്ന് പറയുന്നതും എഗെയിൻ 1 ആണ് വരുന്നത്. 1+1 എന്ന് പറയുന്നത് എന്താ? 10 ആണ്. അപ്പോൾ 0 സമ്മിൽ വരും, എഗെയിൻ ഒരു ക്യാരി വരും. ആ ക്യാരി താഴത്തേക്ക് എന്ത് ചെയ്യുക? ഇറക്കി എഴുതുക. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വന്നാൽ 11 ഇക്വാലൻ്റ് ബൈനറി ആയിട്ടായിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. അതുപോലെ അടുത്ത എക്സാമ്പിൾ തന്നേക്കണം 11011 ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ? 1 ഒരു ക്യാരി ആയിട്ട് നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ബൈനറി അഡീഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി ബൈനറി സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 മെത്തേഡ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. 1's കോംപ്ലിമെൻറ്റ് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ 2's കോംപ്ലിമെൻറ്റ് മെത്തേഡും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ജനറൽ മെത്തേഡ് ഓഫ് ബൈനറി സബ്ട്രാക്ഷൻ. നമ്മുടെ നോർമൽ മെത്തേഡിൽ ബൈനറി സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 0യും തമ്മിൽ മൈനസ് ചെയ്യുന്ന സമയത്ത്, അതായത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ 1 - 1 ചെയ്യുമ്പോഴും നമുക്ക് 0 ആയിരിക്കും. 1 - 0 ചെയ്യുമ്പോഴും നമുക്ക് ഡിഫറൻസ് 1 ആയിരിക്കും വന്ന. 0 - 1 ചെയ്യുമ്പോൾ 1 ആണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. അവിടെ ബോറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ട് 11011 -10110. അപ്പം ഇവിടുത്തെ കേസിൽ 1 - 0 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 1 ആണ് വരുന്നത്. 1 - 1 വരുമ്പോൾ താഴെ എന്താ എഴുതുക? റിസൾട്ട് 0 എഴുതാം. 0 - 1 വരുമ്പോൾ എന്താ എഴുതുക? 1 എഴുതുക. ഇനി 1 എഴുതുക, വിത്ത് ബോറോ 1 ഉണ്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ 1ഉം 1ഉം വന്നു. അപ്പോൾ 1ഉം 1ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? 0 ആണ്. പിന്നെന്താ? 1ഉം 1ഉം വന്നു കഴിഞ്ഞാൽ വീണ്ടും 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ? സിമ്പിൾ സബ്ട്രാക്ട്, അതായത് 1 - 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിട്ടായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ടൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വന്ന? 0 0 1 0 1 ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതാണ് നോർമൽ സിമ്പിൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു 2 മെത്തേഡ് ഉണ്ട്, 1's കോംപ്ലിമെൻറ്റും ഉണ്ട്, 2's കോംപ്ലിമെൻറ്റും ഉണ്ട്. അപ്പോൾ 1's ആൻഡ് 2's കോംപ്ലിമെൻറ്റ് ബൈനറി നമ്പേഴ്സിൻ്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ബിറ്റിനെയും 1 ആയിട്ടായിരിക്കും സബ്ട്രാക്ട് ചെയ്യുന്നത്, അതായത് ഇൻവേർട്ടഡ് നമ്പർ ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1's കോംപ്ലിമെൻറ്റിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 ആഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഗിവൺ നമ്പർ ഞാനിവിടെ തന്നിരിക്കുന്നത് 1000 ആണ്. അപ്പോൾ അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? 0യുടെ ഇൻവേർട്ടർ എന്ന് പറയുന്നത് 1 ആണ്, 0യുടെ ഇൻവേർട്ടർ 1 ആണ്, 0യുടെ ഇൻവേർട്ടർ 1 ആണ്, 1ൻ്റെ ഇൻവേർട്ടർ എന്താ? 0 ആണ്. ഇനി അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ 1's കോംപ്ലിമെൻറ്റ് കിട്ടിയ റിസൾട്ടിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 1ഉം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 1+1 എന്ന് പറയുന്നത് എന്താ? 10 ആണ്. അപ്പോൾ 0 സമ്മ് 1 ക്യാരി. എഗെയിൻ 1+1 എന്ന് പറയുന്നത് എന്താ?
0 1 ക്യാരി 1+1 എന്ന് പറയുന്നത് എന്താ 0 1 ക്യാരി 1 താഴത്തേക്ക് ഇറക്കിയിടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ സെയിം തന്നെ വന്നു. അപ്പോൾ അടുത്ത ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 1010. ഇതും അതുപോലെ എന്ത് ചെയ്യുക, വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടിയിരിക്കുന്ന റിസൾട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വൺസ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് ബൈനറി നമ്പറിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഇനി ബൈനറി സബ്ട്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൺസ് കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പേഴ്സ്, അതായത് ഫസ്റ്റ് ആദ്യം വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണോ ആ നമ്പറാണ്, അത് നമ്മുടെ സബ്ട്രാഹൻ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഡീഷൻ പെർഫോം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിസൾട്ടിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. അല്ല, ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നെഗറ്റീവ് സൈന് ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു നമ്പർ തന്നേക്കുവാണ് 1100 ബൈനറി നമ്പറാണ്. അതിന് 0101 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ബൈനറി നമ്പേഴ്സിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ 1100 എന്ന് പറയുന്നത് നമുക്കറിയാം 12 ആണ് നമ്മുടെ ബൈനറി നമ്പർ. 0101 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 12 - 5 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ശരിക്കും പറഞ്ഞ റിസൾട്ട് കിട്ടേണ്ടത്, 7 ആണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കിട്ടണുണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇനി ക്രോസ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1 ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ഏതിനെയാണ് എനിക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. 5നെയാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലാർജറിൽ നിന്ന് സ്മോളർ നമ്പർ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നോർമൽ വേയിൽ തന്നെയാണ് അവിടെ പോകുന്നത്. അപ്പം ഇവിടെ സ്മോളർ നമ്പർ ഏതാ, 5 ആണ്. അപ്പോൾ 5നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5 എന്ന് പറയുന്നത് 0101 ആണ്. അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ സോ നമുക്കിവിടെ എന്ത് ചെയ്താൽ 1010 എന്ന് പറഞ്ഞ് എഴുതും. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താ, ആ കിട്ടിയിരിക്കുന്ന നമ്പറിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതായത് വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടിയിരിക്കുന്ന നമ്പറിന് എൻ്റെ ആദ്യത്തെ ലാർജർ പാർട്ടിലുള്ള നമ്പർ ഏതാണോ ആ നമ്പറായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് സബ്ട്രാഹൻഡിനെ ഞാൻ എന്ത് ചെയ്യുക, അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1100ന് എന്ത് ചെയ്തു, 1010 വെച്ച് ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ എന്ത് ജനറേറ്റ് ചെയ്തു, ക്യാരി ജനറേറ്റ് ചെയ്തു. അപ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്താൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആ ക്യാരിനെ റിസൾട്ടിൻ്റെ ഒപ്പം ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്താ 0110 ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്തു, ക്യാരിനെ ആഡ് ചെയ്തു. അപ്പോൾ ക്യാരിനെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് വന്നു, 0111 എന്ന് പറഞ്ഞു. അതെന്താ 7 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, വൺസ് കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വേറൊരു നമ്പർ തന്നിരിക്കണതാണ് 0101നെ 1100 വെച്ച് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പോൾ 0101 എന്ന് പറയുന്നത് നമുക്കറിയാം 5 ആണ്. 5 - 12 ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താ, സ്മോളർ ടു ലാർജർ ആണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ലാർജർ ടു സ്മോളർ ആണ് ചെയ്തത്, ഇവിടെ സ്മോളർ ടു ലാർജർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണത്, എപ്പോഴും ചെയ്യണ പോലെ രണ്ടാമത്തെ നമ്പർ എന്താണോ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ 0011 എന്ന് കിട്ടി. അതിനെന്ത് ചെയ്യുക, എൻ്റെ ആദ്യത്തെ നമ്പറിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ ഇവിടെ എന്താ, ഒരു ക്യാരിയും ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, കിട്ടിയിരിക്കുന്ന റിസൾട്ടൻറ്റ് സെറ്റിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ കിട്ടിയിരിക്കുന്ന റിസൾട്ടൻറ്റ് സെറ്റ് എന്താ, 100 ആണ്. അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 011 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് സൈന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ത് കിട്ടും, -7 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ആ സ്റ്റെപ്സ് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. ഇപ്പം തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 9 4 വെച്ച് ഞാൻ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, വൺസ് കോംപ്ലിമെൻ്റ് അല്ല, ഓർക്കുക. അപ്പം ടൂസ് കോംപ്ലിമെൻറ്റിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്മോളർ നമ്പർ ലാർജർ നമ്പറിന് സ്മോളർ നമ്പർ ഉപയോഗിച്ചിട്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് ബൈ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറിലെ സ്മോളർ നമ്പർ ഏതാ, 010 സെക്കൻഡ് നമ്പർ. അപ്പോൾ സെക്കൻഡ് നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. ആദ്യം 0100യുടെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1011 ആണ്. അതിൻ്റെ ഒപ്പം ഒരു 1 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്താ, 1100 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എൻ്റെ സെക്കൻഡ് നമ്പറിന് ഫസ്റ്റ് നമ്പറായിട്ട് എന്ത് ചെയ്യുക, ആഡ് ഓൺ ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് വന്നു, ക്യാരി ജനറേറ്റ് ചെയ്തു. അപ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റിസൾട്ടൻറ്റ് സെറ്റിൽ നിന്ന് ക്യാരീനെ ഇഗ്നോർ ചെയ്ത് കളയുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന്, ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 0110 - 1011 ആണ്. അപ്പം ഇവിടെ നടക്കുന്നത് എന്താ, സ്മോളർ ടു
ലാർജറാണ് നമുക്ക് നടക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് 1 1011ൻ്റെ 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും കാണും. 2's കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ നമ്പറിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്തപ്പോൾ അവിടെ ക്യാരി ഉണ്ടോ? അപ്പോൾ ക്യാരി ഇല്ല. ക്യാരി ഇല്ലാത്ത കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച് ആ റിസൾട്ടൻ സെറ്റിൻ്റെ, അതായത് 1011ൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നെഗറ്റീവ് സൈന് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1's കോംപ്ലിമെൻറ്റ് ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് 1's കോംപ്ലിമെൻറ്റ് ചോദിച്ചാലും ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് 2's കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്താലും ഇതേ മാനറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. ഇനി വരുന്നതാണ് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം 0 മൾട്ടിപ്ലൈഡ് ബൈ 0 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ ഏത് നമ്പറിനെ നമ്മൾ സെയിം നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 1 മൾട്ടിപ്ലൈഡ് ബൈ 1 ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ റിസൾട്ട് 1 വരുള്ളൂ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നമ്മളിവിടെ ചെയ്യുക. ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ട് 1101 മൾട്ടിപ്ലൈഡ് ബൈ 11 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 1 × 1 ചെയ്യുക, 1 വരും. 1 × 0 ചെയ്യുമ്പോൾ 0 വരും. എഗെയിൻ 1 × 1 ചെയ്യുമ്പോൾ 1 വരും. 1 × 1 ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 1 വരും. അതുപോലെ തന്നെ താഴെ രണ്ടാമത്തെ സെക്കൻഡ് 1നെയും കൊണ്ട് എന്ത് ചെയ്യുക, മുകളിലുള്ള എല്ലാ നമ്പേഴ്സിനെയും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 11011 × 110. ഇതും സെയിം മാനറിൽ എന്ത് ചെയ്യുക. ഇതാണ് നോർമൽ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ബൈനറി ഡിവിഷൻ എന്ന് പറയുമ്പോൾ 0 / 0 എന്ന് പറയുന്നത് നമുക്ക് അൺഡിഫൈൻഡ് ആയിരിക്കും. 0 / 1 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും, പക്ഷേ റിമൈൻഡർ നമുക്ക് എന്തുണ്ടാകും, 0 ആയിരിക്കും. 1 / 0 എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. 1 / 1 എന്ന് പറയുമ്പോൾ 1 കിട്ടും റിസൾട്ട്, പക്ഷേ റിമൈൻഡർ എന്താ, 0 ആണ്. ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിയാൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് 110011. അതിനെ 11 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ 11 എടുത്തു അല്ലേ. 11 കൺസിഡർ ചെയ്യുന്നത് എന്താ, ഒരു പ്രാവശ്യം പോയി, 1 ആണ്, 0 വന്നു. അപ്പോൾ 1 - 1 എന്ന് പറയുന്നത് 1 - 1 എന്ന് പറയുന്നത് എന്താ, 0 ആണ്. ഇനി ആ 0നെ ഞാൻ താഴത്തേക്ക് ഇറക്കിയിട്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും 0 ഇട്ടു. വീണ്ടും ഞാൻ രണ്ടാമത്തെ 0നെ താഴത്തേക്ക് ഇറക്കിയിട്ട് അത് മുകളിലേക്ക് ഇട്ടു. വീണ്ടും ഞാൻ 1 താഴത്തേക്ക് ഇറക്കിയിട്ട് 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഗെയിൻ 0 ഞാൻ മുകളിലിട്ടു. വീണ്ടും താഴേക്ക് 1 വന്നപ്പോൾ എന്താ, 1 വന്നു, 11 വന്നു. അപ്പോൾ 11 ഒരു പ്രാവശ്യമേ പോകുള്ളൂ. വീണ്ടും 11 ഇട്ട് 0. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി, 1001 കിട്ടി. അതുപോലെ സെക്കൻഡ് കേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു റിമൈൻഡർ പോർഷൻ നമുക്ക് എന്ത് കിട്ടി, 1 വന്നു. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 1101 റിമൈൻഡർ 1 എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്പർ സിസ്റ്റത്തിൽ ഓരോ നമ്പേഴ്സിൻ്റെയും ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്.